3 പതിറ്റാണ്ടുകൾക്ക് ശേഷം സംസ്ഥാന ഭരണം CPM-ൽ നിന്നും തൃണമൂൽ കോൺഗ്രസിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട പശ്ചിമ ബംഗാളിൽ രാഷ്ട്രീയ മേഖലയിലും പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലും എന്ത് സംഭവിക്കുന്നു എന്ന അന്വേഷണവുമായാണ് മീഡിയ വൺ ഇത്തവണ കൊൽക്കത്തയിലെത്തുന്നത്. കമറായി ഗ്രാമത്തിലെ 1500ഓളം ഗ്രാമീണർക്കെതിരെയാണ് UAPA നിയമം ചുമത്തിയിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്കാവസ്ഥയെ ചൊല്ലിയും കർഷക സമരങ്ങളുടെ പേരിലും കഴിഞ്ഞ പതിറ്റാണ്ടുകളിലുടനീളം വാർത്തകളിൽ ഇടം പിടിച്ചുകൊണ്ടിരുന്ന ബംഗാളിന് മമതാ ബാനർജിയുടെ കാലത്തും എടുത്തു പറയാവുന്ന മാറ്റങ്ങളൊന്നുമില്ല. തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണകാലത്തും കോർപ്പറേറ്റുകളുടെ ഇഷ്ടഭൂമികളിലൊന്നായി ബംഗാൾ മാറുന്നുണ്ടെന്നാണ് ഈ സംസ്ഥാനത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ. മധ്യപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും തമിഴ്നാട്ടിലെയും തെലങ്കാനയിലെയും ഒക്കെ കർഷക സമരങ്ങൾ ബംഗാളിലും അതേ മട്ടിൽ ആവർത്തിക്കുന്നുണ്ട്. BJP പോലും ഈ സമരങ്ങളെ ഏറ്റുപിടിക്കാൻ ഈ സംസ്ഥാനത്ത് നിർബന്ധിതമാവുന്നുമുണ്ട്. CPM ഭരണകാലത്ത് കൃഷിഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ സംസ്ഥാനത്ത് ഇപ്പോഴും അതേ മട്ടിൽ ആവർത്തിക്കുന്നുണ്ട്. പലതും പുറം ലോകം അറിയുന്നില്ല എന്ന് മാത്രം. ഇതാണ് കമറായത്ത്. കൃഷിഭൂമി ഏറ്റെടുത്തതിനെതിരെ സമരം ചെയ്ത 2 കർഷകർ വെടിയേറ്റ് വീഴുകയും ശേഷിച്ചവരൊന്നടങ്കം UAPA നിയമത്തിന്റെ കരിനിഴലിലാവുകയും ചെയ്ത ബംഗാളിലെ 24 പർഗാന ജില്ലയിലെ ഉൾഗ്രാമം. ഉടമസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ചും അനുവാദമില്ലാതെയും പ്രദേശത്തെ ഒരു തൃണമൂൽ കോൺഗ്രസ് നേതാവാണ് നാഷണൽ പവർ ഗ്രിഡ് കോർപ്പറേഷനു വേണ്ടി കമറായത്തിൽ 13 ഏക്കർ കൃഷിഭൂമി ഏറ്റെടുത്തത്. ജനനിബിഡമായ പ്രദേശത്ത് ഇത്തരമൊരു പവർ ഗ്രിഡ് സ്ഥാപിക്കപ്പെടുന്നത് സാമാന്യ ജീവിതത്തെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ 2 വർഷമായി കമറായത്തിലെ ജനങ്ങൾ സർക്കാരിനെതിരെ സമരം ചെയ്യുന്നുണ്ട്. एक्चुअली बंगाल में ये जो सिलसिला अभी चल रहा है यहाँ पे, ये जहाँ पे हम लोग खड़े हैं खमराइट पे, ये नंदीग्राम में जो CPM ने किया था, जिस तरह से किया था उसी तरह से यहाँ पे अभी चल रहा है. वहाँ पे जैसे ज़मीन को लिया गया था गोली मार के, यहाँ पे भी सेम, मतलब अभी लाल चेंज होके नील हो गया. इससे और कोई डिफरेंस नहीं हुआ. മമതാ ബാനർജി ബംഗാളിൽ വികസനം കൊണ്ടുവരുന്നുണ്ടെങ്കിലും ഗ്രാമങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് നിലനിർത്തുന്ന ഗുണ്ടാ രാഷ്ട്രീയം മുഖ്യമന്ത്രിയുടെ കൂടി അറിവോടെയാണെന്ന് വ്യക്തമാക്കുന്നതാണ് ബാങ്കറിലെ ഈ പവർ ഗ്രിഡ് വിവാദം. അറബുൽ ഇസ്ലാം എന്ന മുൻ തൃണമൂൽ കോൺഗ്രസ് MLA പരസ്യമായാണ് തോക്കേന്ത്യ ഗുണ്ടകൾക്കൊപ്പം പ്രത്യക്ഷപ്പെടുന്നത്. കമറായിത്ത്, മച്ചിബാങ്ക എന്നീ ഗ്രാമങ്ങൾ കഴിഞ്ഞ 2 വർഷമായി അറബുൽ ഇസ്ലാമിന്റെ സംഘം തീർക്കുന്ന ഉപരോധത്തിന്റെ കീഴിലാണ്. സ്വന്തം കൃഷിയിടങ്ങളും ഭൂമിയും നഷ്ടപ്പെട്ടതിനെതിരെ സമരം ചെയ്തതിനെ ചൊല്ലി കമറായി ഗ്രാമത്തിലെ 1500ഓളം ഗ്രാമീണർക്കെതിരെയാണ് UAPA നിയമം ചുമത്തിയിരിക്കുന്നത്. ഈ ഗ്രാമത്തിലെ ഏതൊരു യോഗവും ഇന്ന് തടയാനായി പുറത്തുനിന്നും ബോംബും തോക്കുമായി ഗുണ്ടകളെത്തി ഗ്രാമം വളയുന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളത്. खतरे में है, काम धाम कुछ सब कुछ बंद कर दिया. खाने पीने का लोगों का कुछ प्रॉब्लम हो रहा है. इधर बाजार नहीं जा सकते, बाजार जाने नहीं दे रहा है. लोग हॉस्पिटल जा रहे हैं, उसके फिर रिटर्न कर रहे हैं. स्कूल जाने नहीं दे रहा है. प्राइवेट ट्यूशन पढ़ते जाते बच्चे लोग सुबह को, उसको भी प्रॉब्लम कर रहा है. बाजार लड़की लोग रास्ते से जब आ रहे थे, वो सामने वाला रास्ते से उसका लोग चेकिंग फेकिंग करते, वो गुंडा भाई. സിംഗൂരിലും നന്ദിഗ്രാമിലും CPM ഭരണകാലത്തുണ്ടായ ഭൂമി ഏറ്റെടുക്കലും അതേ തുടർന്നുണ്ടായ കർഷക സമരങ്ങളും ഉയർത്തിക്കാട്ടിയാണ് മമതാ ബാനർജി അധികാരത്തിലെത്തിയത്. എന്നാൽ മമതാ ബാനർജിയുടെ കർഷക നയങ്ങളുടെ ഉരകല്ലാവുകയാണ് ബാങ്കർ വിവാദം. നന്ദിഗ്രാം സംഭവത്തെ തുടർന്ന് CPM-മായി അകലുകയും പിന്നീട് പാർട്ടിയിൽ നിന്ന് ഇതേ ചൊല്ലി പുറത്താക്കപ്പെടുകയും ചെയ്ത മുൻ കമ്മ്യൂണിസ്റ്റ് നേതാവ് അബ്ദുൾ റസാഖ് മുല്ലയുടെ മണ്ഡലം കൂടിയാണ് ബാങ്കർ. മമതാ ബാനർജി ക്യാബിനറ്റിൽ ഭൂപരിഷ്കരണ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുല്ലയ്ക്ക് ഈ വിഷയത്തിൽ ഇപ്പോൾ പറയാനുള്ളത് ഇങ്ങനെ: Power grid is a issue, but it started in the year 2013, 2014 and 2015 it was almost 98% was completed. After that somebody raised the question that if the
power grid start here work, the environment will be polluted, the female will not be able to give birth of the child, the underground water will be polluted, and so many things, though which are not a scientific one, they are demanding like this. And they are mainly Naxalite, but right at this moment the Congress and the CPM joined with them. 2017 ജനുവരി 17-നാണ് ബാങ്കറിൽ സമരം ചെയ്ത ജനക്കൂട്ടത്തിന് നേരെ പോലീസ് നിറയൊഴിച്ചത്. കർഷക സമരങ്ങൾക്ക് പിന്നിൽ മാവോയിസ്റ്റുകളാണെന്ന പതിവ് ന്യായം പറഞ്ഞ് മമതാ ബാനർജി സർക്കാർ പിടിച്ചുനിന്നു. ഭൂമി ഏറ്റെടുക്കൽ വിഷയത്തിൽ മോദി സർക്കാരിൻ്റെ നയം കോർപ്പറേറ്റ് അനുകൂലമായതുകൊണ്ടും ബാങ്കർ പവർ ഗ്രിഡ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയായതുകൊണ്ടും BJP ഇക്കാര്യത്തിൽ മൗനം പാലിച്ചു. ആദ്യകാലത്ത് രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കാൻ മടിച്ചു നിന്ന വെറുമൊരു കർഷക സമരത്തിന് മാധ്യമങ്ങളിൽ മാവോയിസത്തിൻ്റെ ഇരട്ടപ്പേര് വീണു. सिंगूर जहाँ टाटा का फैक्ट्री बंद कराया गया, ना तो वहाँ फैक्ट्री हुआ ना जॉब क्रिएट हुआ, और वो फैक्ट्री बनेगा इसलिए 25 किलोमीटर तक हाईवे का दोनों तरफ ज़मीन बिक्री हो गया था इंडस्ट्री बनने के लिए. वो नहीं बना तो बाकी भी नहीं बना. वो लैंड अभी ना तो खेती होता है ना तो इंडस्ट्री होता है, जॉब क्रिएशन नहीं हुआ और उसमें अनाज भी नहीं हो रहा है, नुकसान. अभी एक साउथ वेस्ट में भांगड़ करके जगह है जब सेंट्रल प्रोजेक्ट बनना है, इसलिए ज़मीन एक्वायर किया गया, पैसा दे दिया गया, सेंटर दिया है, स्टेट ने एक्वायर किया है, बनने वाला है, उसका विरोध हो रहा है. जितना नक्सल गुट आकर के उसमें लगे हैं और विरोध करके लोगों को वायलेंस और एक्टिविटी में शामिल कर रहे हैं. ജനങ്ങളെ എടുക്കാൻ കമ്മിറ്റി ഇത് CPML റെസ്റ്റാറിൻ്റെ കമ്മിറ്റിയല്ലത്. CPML റെസ്റ്റാറിൻ്റെ 1-2 പ്രവർത്തനം കൂടെ ഉൾപ്പെടുന്ന ഒരു 101 പേരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ഈ കമ്മിറ്റിയുടെ പേരെന്താണെന്നറിയോ? കമ്മിറ്റി ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ലാൻഡ്, ലൈവ്ലിഹുഡ്, എക്കോളജി ആൻഡ് എൻവയൺമെൻറ്റ്. ഭൂമി, ഉപജീവനം, പരിസ്ഥിതി നിരീക്ഷിക്കാനുള്ള കമ്മിറ്റി. അപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ട് അങ്ങനെ കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ അധ്യക്ഷനും എല്ലാം അവിടുത്തെ ആളാണ്. ബംഗാൾ രാഷ്ട്രീയത്തിൽ CPM കാലത്ത് അടയാളപ്പെടുത്തിയ ഗുണ്ടായിസത്തിന് മമതയുടെ കാലത്ത് എന്തു സംഭവിക്കുന്നു എന്നതാണ് കാതലായ ചോദ്യം. പുതിയ കാലത്ത് കുറെ കൂടി നിലവാരശൂന്യരായ ഗുണ്ടകളെ സൃഷ്ടിക്കാൻ കഴിയുക മാത്രമാണ് തൃണമൂൽ കോൺഗ്രസിന്. আমাদের এই 3 বিঘে 3.5 বিঘের মতো জমি গিয়েছে, এর জন্য আমরা কোনো টাকা পয়সা পাইনি. টাকা চাইতে গেলে উল্টো আমাদের টর্চিং করেছে, ভয় দেখিয়েছে, গুলি দেখিয়েছে. ওই ওর বাহিনী, আরাবুলের বাহিনী ওই এসে আমাদের সব বাড়ি বাড়ি গিয়ে হুমকি দিচ্ছে. এক জায়গায় সমবেত হয়ে যে আমরা একটা কোনো যুক্তি করব যে কী করব পরবর্তী ধাপ, সেটাও করতে দিচ্ছে না, এক জায়গায় হতে দিচ্ছে না. ജനങ്ങളുടെ പ്രതിഷേധം തരിമ്പും വകവെക്കാതെ പവർ ഗ്രിഡിന്റെ നിർമ്മാണം ഈ ഗ്രാമത്തിൽ പൂർത്തിയായി കഴിഞ്ഞു. ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഒരു കാലത്ത് CPM-ന് മുമ്പാകെ മമത ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന നടപടിക്രമങ്ങൾ താൻ മുഖ്യമന്ത്രിയായ കാലത്ത് അവർക്ക് ബാധകമായിരുന്നില്ല. എന്തിനേറെ വഖഫ് ഭൂമി പോലും ഇങ്ങനെ ബലം പ്രയോഗിച്ച് കൈയടക്കിയ ബാങ്കറിലെ 13 ഏക്കറിലുണ്ട്. लैंड एक्विजिशन जब होता है तो एटलीस्ट यहाँ वॉक ऑफ लैंड है नहीं है ये सब देख के किया जाता है, लेकिन यहाँ पे 4 बीघा के आसपास, मतलब 40% ऑफ टोटल लैंड, 40 बीघा पूरा लैंड है, उसमें से 10% वॉक ऑफ लैंड है, मस्जिद का वॉक ऑफ है, वो लैंड भी है, फिर भी उसको लिया गया है. എവിടെയെങ്കിലും ഗ്രിഡ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡി ഉണ്ടാകണം, പിന്നെ എക്കണോമിക് ഇമ്പാക്ട് സ്റ്റഡി. ഈ സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട് സ്റ്റഡി അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ഈ റിപ്പോർട്ട് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പ്രസിദ്ധീകരിക്കുകയും വേണം. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അനുവാദം മേടിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജനസുൻവായി, പീപ്പിൾസ് ഹിയറിംഗ് നടത്തണം. പീപ്പിൾസ് ഹിയറിംഗ് നടത്തിയിട്ട് ജനങ്ങളുടെ അഭിപ്രായം ആരായണം. എന്നിട്ട് മാത്രമേ ഇത്തരം പ്രോജക്റ്റുകൾ അല്ലാത്ത പ്രദേശത്ത് പൂർണ്ണ നടപ്പാക്കാൻ പറ്റുള്ളൂ. ഈ പ്രദേശത്ത് ഈ പ്രോജക്റ്റിൻ്റെ നടപ്പാക്കാനേ പാടില്ല. ഇതാണ് അവസ്ഥ. 34 വർഷങ്ങൾ നീണ്ട CPM-ന്റെ ബംഗാൾ ഭരണം അവസാനിച്ചത് സിംഗൂരിലെയും നന്ദിഗ്രാമിലെയും കർഷക പ്രക്ഷോഭങ്ങൾക്ക് ഒടുവിലായിരുന്നു. കോർപ്പറേറ്റുകൾക്ക് ഭൂമി തീരെഴുതി നൽകാനായി കർഷകരെ വഴിയാധാരമാക്കിയ CPM-ന്റെ നയത്തെ ചോദ്യം ചെയ്താണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാനത്ത് അധികാരത്തിലേറിയത്. എന്നാൽ മുൻ ഗവൺമെന്റിന്റെ തെറ്റുകൾ ആവർത്തിക്കുക മാത്രമല്ല, പുതിയ ചിലതിന് തുടക്കമിടുക കൂടിയാണ് അധികാരത്തിലേറിയ মমത. মানে সাধারণ মানুষ, আমরা যারা কৃষিজীবী মানুষ, তাদের উপরে এই ইউপি এটা লাগানো হয়েছে যে সাধারণ আন্দোলনকারী, যেটা গণ আন্দোলনের মাধ্যমে যে আমরা এই পাওয়ার গ্রিডের বিরুদ্ধে আন্দোলন করছি, সেই আন্দোলনকারীদেরই ইউপিএ লাগানো হয়েছে. আমার মামা, কাকা, নানা এদের সবাইকে দিয়েছে. মানে এখানে আব্দুল জব্বার মল্লিক, আব্দুল আজিজ মল্লিক, তারপরে অলি মোহাম্মদ মল্লিক, জান মোহাম্মদ মোল্লা, মানে এরা সবই খামারহাটির বাসিন্দা, কাশীপুর থানার অন্তর্গত খামারহাটির বাসিন্দা.
UAPA ചുമത്തപ്പെട്ട 47 പേരിൽ അബ്ദുൽ കാസിം +2 വിദ്യാർത്ഥിയായിട്ട് പോലും പോലീസിന്റെ തെറ്റുതിരുത്താനുള്ള നീക്കം ഉണ്ടായിട്ടില്ല. കാസിമിന്റെ പിതാവ് അബ്ദുൽ സമദിന്റെ വീട്ടിൽ കയറിയ പോലീസ് അവിടെ നടത്തിയ അഴിഞ്ഞാട്ടത്തിന്റെ ശേഷിപ്പുകൾ ഇപ്പോഴുമുണ്ട്. കുട്ടികളെ പോലും മർദ്ദിച്ച് മുറിവേൽപ്പിച്ചതായാണ് മെഹറൂം ബിവി പറയുന്നത്. ওইসব কি ওইসব পাকা টিভি এসব আর কি ঘরের দৌড় যা কিছু আলমারি ফালমারি সব ভেঙেছে, আলমারি দরজা সব ভেঙেছে। ভাঙলেও ভেঙে আমার ছেলেকে বার করে লেগে তারা ওই ভেঙিয়ে পেটা সে বাবা সে কাঠ সেই পুলিশের লাঠিতে পিঠে পিঠে ওকে সুবাটান হয়ে গেছে। বলে পেরোল বার করলে এই গাড়িতে പെട്രോൾ ঢেলে ঘর জ্বালিয়ে দেবോ। CPM-ൻ്റെ ഉണ്ടായിരുന്ന ചില മൃദുത്വമുണ്ട്. CPM ഒന്നിനത് UAPA ചുമത്തിയില്ല. സിംഗൂർ നന്ദിഗ്രാം ഇത്ര വലിയ സമരം ഉണ്ടായിട്ട് പോലും UAPA ഇല്ലായിരുന്നു. ഇവർ UAPA വരെ ചുമത്തില്ല. CPM ഭരണകാലത്ത് സ്വകാര്യ വ്യക്തികളുടെ എന്ത് ആവശ്യങ്ങൾക്കും ലോക്കൽ നേതാക്കൾക്ക് കൈക്കൂലി കൊടുക്കേണ്ടിയിരുന്ന ദുരവസ്ഥയായിരുന്നു ബംഗാളിൽ. ഗുണ്ടകളെ ഭയക്കാതെ വീടോ കെട്ടിടമോ പണിയാൻ ഇന്നും ഈ സംസ്ഥാനത്ത് സാധ്യമല്ലെന്നും ഈ അവസ്ഥക്ക് മാറ്റമുണ്ടാക്കാൻ മമതാ ബാനർജിക്ക് കഴിഞ്ഞിട്ടില്ലെന്നുമാണ് ആരോപണം. तो अब ममता बनर्जी का ये जो सिंडिकेट राज वेस्ट बंगाल में चल रहा है, ज़मीन कब्जा करना और जो लोग कुछ बनाता है उससे कमीशन लेना, पैसा लेना, ये हालात बहुत ख़राब करके रखा है। लेकिन जो सिंडिकेट यहाँ बहुत ज़्यादा चल रहा था ममता बनर्जी के ज़माने का शुरू में, अब उसका ख़तरनाक पोजीशन हो गया था। फिर उसको थोड़ा सा कब्जा करने का ठीक करने का कोशिश गवर्नमेंट से हो रहा है, लेकिन तरक्की ज़्यादा नज़र में नहीं आएगा. ബാങ്കറിൽ ഭൂമാഫിയ പിടിമുറുക്കിയിട്ടുണ്ടെന്ന ആരോപണങ്ങളെ സംസ്ഥാന സർക്കാർ നിഷേധിക്കുന്നു. പവർ ഗ്രിഡിന് ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ അറബുൽ ഇസ്ലാമും അനുയായികളും ഭൂമി വാങ്ങിക്കൂട്ടുന്നതായി റിപ്പോർട്ടുകളുണ്ടെങ്കിലും ഗ്രാമീണ മേഖലയിൽ കൃഷിഭൂമിയുടെ സ്വഭാവം ഇനി മുതൽ ആർക്കും മാറ്റിയെടുക്കാനാവില്ലെന്നാണ് സർക്കാർ വാദം. Land mafia, they purchase the land. Government now banned the conversion, so nobody was able to do anything further. So no agricultural land will... No agriculture. And Mamata is too much conscious. ഗുണ്ടായിസത്തിലൂടെ അല്ലാതെ രാഷ്ട്രീയ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാനാവാത്ത സംസ്ഥാനമായി ബംഗാൾ മാറിക്കഴിഞ്ഞു. നക്സൽ ബാരിയിൽ അമിത്ഷാ പന്തിഭോജനം നടത്തി BJPയിൽ ചേർത്ത ദളിത് കുടുംബം പിന്നീട് തൃണമൂൽ കോൺഗ്രസിന്റെ വേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത് ജീവഭയം കൊണ്ടായിരുന്നു. മമതാ സർക്കാരിന്റെ ഗുണ്ടായിസത്തെയും വികസന നയങ്ങളെയും ഒരു ഭാഗത്ത് വിമർശിക്കുമ്പോഴും കേന്ദ്ര സർക്കാരിനും സംസ്ഥാനത്തിനുമിടയിൽ ബാലൻസ് ഒപ്പിക്കാൻ BJPയാണ് പാടുപെടുന്നത്. അപ്പോൾ അത് എത്ര ഭീകരമാണ് ഇന്നിപ്പം ബംഗാളിലെ അവസ്ഥ വെച്ചാൽ ഈ 34 വർഷത്തെ ഭരണത്തിന് ശേഷം ഇവരെ തകർക്കുന്നത് ഗുണ്ടായിസത്തിലൂടെയാണ്. CPM-ൻ്റെ ഗുണ്ടായിസം ഉണ്ടായിരുന്നു. ആ CPM-ൻ്റെ ഗുണ്ടായിസത്തിലൂടെയുള്ള ഭരണത്തെ ഇവർ തകർക്കുന്നത് കൗണ്ടർ ഗുണ്ടായിസത്തിലൂടെയാണ്. അപ്പോൾ അത് CPM-നേക്കാൾ മറികടക്കുന്ന ഗുണ്ടായിസം പ്രയോഗിച്ചുകൊണ്ടാണ്. ന്യൂനപക്ഷങ്ങളോടും ദലിത് പിന്നോക്ക വിഭാഗങ്ങളോടും തികഞ്ഞ അനുഭവമാണ് മുഖ്യമന്ത്രിക്കെന്ന് നന്ദിഗ്രാം സമരത്തിന്റെ നേതാക്കളിൽ ഒരാളായിരുന്ന സംസ്ഥാന ക്യാബിനറ്റ് അംഗം സിദ്ദീഖുള്ള ചൗധരി പറയുന്നു. CPM के ज़माने में 45,000 पॉलिटिकल मर्डर हुआ था, जिसमें से 37,000 38-37 मुसलमान मारे गए थे. इसके अलावा दलित आदिवासी जो एंटी CPM थे, कांग्रेस से माइंडेड. CPM मुस्लिम वर्सेस मुस्लिम पॉलिटिकल क्रैश करवाते थे और पूरे गांव में इलाके में एक कैडर राज कायम करते थे. कैडर के ज़रिए से सब काम करवाते. ज़मीन पर कब्ज़ा करना, किसी के बिजनेस पर कब्ज़ा करना, और मिनिस्टर लोग भी उस वक्त काम नहीं कर पाते. അധികാരമേൽക്കുമ്പോൾ തൃണമൂൽ സർക്കാർ ഉയർത്തിയ പ്രതീക്ഷകൾ മങ്ങുന്ന ചിത്രമാണ് ബംഗാളിൽ ഇപ്പോഴുള്ളത്. തൊഴിലില്ലായ്മയുടെ നിരക്ക് ഓരോ വർഷവും ഉയർന്നു. കാർഷിക വിഭവങ്ങൾക്ക് കുത്തനെ വിലയിടിഞ്ഞു. സുദീർഘമായ കാലഘട്ടത്തിന് ശേഷം അടിസ്ഥാന ജനവിഭാഗങ്ങളെ ഒപ്പം നിർത്തി തലസ്ഥാന നഗരിയിൽ സമരം നയിക്കാൻ CPM-ന് കഴിഞ്ഞത് ഈ സാഹചര്യങ്ങൾ മുതലെടുത്തായിരുന്നു. നന്ദിഗ്രാം പ്രക്ഷോഭത്തിന് ശേഷം ഗ്രാമീണ മേഖലയിൽ CPM-ന് നഷ്ടമായ വോട്ട് ബാങ്ക് ഒരു ഘട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസിലേക്കും പിന്നീട് BJPയിലേക്കും ചേക്കേറുന്നുവെന്നാണ് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ.
ഈ യാഥാർത്ഥ്യം ഒരുപക്ഷെ CPM അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും കൽക്കത്തയിൽ ഒടുവിൽ നടന്ന കർഷക റാലി അതുപോലെ പോഷക സംഘടനകളെ എല്ലാം ഒപ്പം ചേർത്തുകൊണ്ടുള്ള പാർട്ടിയുടെ പടുകൂറ്റൻ ശക്തിപ്രകടനം തെളിയിക്കുന്നത് എങ്ങനെയെങ്കിലും പാർട്ടി പഴയ ജനകീയ അടിത്തറയെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. The employment feature in Bengal has gone to astronomical figure. For 6,000 Group D staff test interview, 25 lakhs of the unemployed people applied, and on 20th they have given the test examination for the job. This is horrible. Never before in the history of Bengal. CPMന്റെ കാലത്തെ അപേക്ഷിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെന്നാണ് തൃണമൂൽ നേതാക്കളുടെ അവകാശവാദം. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് എടുത്തു പറഞ്ഞ ദയനീയ സാഹചര്യങ്ങളിൽ നിന്നും സംസ്ഥാനത്തിന് ഏറെ മുന്നോട്ട് പോകാനായി. 2300 में 425 मुस्लिम कैंडिडेट गर्ल्स और बॉयज़ ये पास करके जॉइंट में काम कर रहे हैं. यानी इसका माना कि 22%, 20 से 22% ये 60 और 70 साल के बाद, ये CPM के ज़माने में था, ज्योति बसु के ज़माने में 2%, 3%, 4%. മമത അധികാരത്തിൽ വന്നത് പിന്നോക്ക വിഭാഗങ്ങളുടെ പൊതുവെയുള്ള തൊഴിൽ ലഭ്യതയ്ക്ക് സംസ്ഥാനത്ത് മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നത് വ്യക്തം. മണ്ഡൽ കമ്മീഷന് ശേഷവും OBC സംവരണം പ്രഖ്യാപിക്കാൻ CPM മടിച്ചു നിന്നപ്പോൾ മമത ഇക്കാര്യത്തിൽ ധീരമായ നിലപാടെടുത്തു. Left front leaders explained that in our constitution there is no provision for reservation for the minorities. But after the report of Sachar committee, after that the Ranganathan commission report came out. They tried to do something, but the time was very short. They were not able to complete the category. Then Mamata came and he reserved 10% for the Muslims, 7% for the other minorities. ഈ മാറ്റങ്ങളിൽ പലതും കണക്കുകൾ കൊണ്ട് ഇനിയും തെളിയിക്കാനായിട്ടില്ല. സ്കൂൾ മദ്രസ ബോർഡുകളിൽ ഇടത് സർക്കാരിൻ്റെ കാലത്ത് മുസ്ലിം യുവാക്കൾക്ക് ധാരാളമായി തൊഴിൽ ലഭിച്ചിരുന്നു. എന്നാൽ മമത സർക്കാർ വന്നതിന് ശേഷം മദ്രസ ബോർഡിലേക്ക് ഇതുവരെ നിയമനം നടത്തിയിട്ടില്ല. പോലീസ് ആരോഗ്യ വകുപ്പുകളിൽ OBC വിഭാഗങ്ങൾക്ക് നിയമനം നൽകിയെന്ന് സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തായാലും CPMന്റെ കാലത്തുണ്ടായിരുന്ന തൊഴിൽ സംസ്കാരത്തിൽ അടിസ്ഥാനപരമായ മാറ്റം കൊണ്ടുവരാൻ മമതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ममता बनर्जी आने के बाद वो और कल्चर लौटाने का अनाउंस बहुत किया. ममता बनर्जी बहुत टाइट से ये ऐलान किया कि सही वक्त में ऑफिस आना चाहिए, सही वक्त में काम करना चाहिए, सिर्फ आंदोलन करने से नहीं होगा, मूवमेंट करने से नहीं होगा, काम करना होगा. और ख़ास करके हेल्थ डिपार्टमेंट में ममता बनर्जी कुछ खास उसमें अहमियत दिया और काम हुआ. पहले तो गवर्नमेंट हॉस्पिटल का हालत बहुत ख़राब था. अब डॉक्टर बैठ रहे हैं, मेडिसिन मिल रहा है. मेडिसिन ममता बनर्जी तो उसका जो रेट फिक्स कर दिया और बहुत कम पैसा में फ्री में मेडिसिन कुछ मिलता है. പതിവ് ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി ബംഗാളിലെ ന്യൂനപക്ഷ വികസനത്തെക്കുറിച്ച മമതാ സർക്കാരിൻ്റെ അവകാശവാദങ്ങളെ BJP ചോദ്യം ചെയ്യുന്നുണ്ട്. ഏകദേശം 30% മുസ്ലിം ജനസംഖ്യയുള്ള സംസ്ഥാനത്ത് വികസനങ്ങളെ സമൂഹങ്ങൾ വേർതിരിച്ച് സമീപിക്കുക എന്ന അടിസ്ഥാന തത്വമാണ് BJP ഇവിടെ തിരിച്ചറിയുന്നത്. आपको मजबूरी में और जो खरीजी मदरसा है वहाँ पढ़ाया जाए तो गैर कानूनी है. मॉडर्न एजुकेशन में आपको आना चाहिए. आपका बच्चा भी ऑफिसर बने, लॉयर बने, डॉक्टर बने, साइंटिस्ट बने, क्यों नहीं बनेगा? आपका अधिकार है. केवल 2 रुपये के लिए चावल और आपकी लड़की को एक साइकिल दे देना, इससे डेवलपमेंट होगा नहीं. ये बात लोग सोच रहे हैं. बात सही है. CPMന്റെ സുദീർഘമായ ഭരണകാലഘട്ടത്തിനും പിൽക്കാലത്ത് അവരുടെ തകർച്ചയ്ക്കും വഴിയൊരുക്കിയത് ന്യൂനപക്ഷ സമൂഹത്തിന്റെ പിന്തുണയും അസംതൃപ്തിയുമായിരുന്നു. ബംഗാളിൽ ആരെയും വാഴ്ത്തുകയും വീഴ്ത്തുകയും ചെയ്യുന്ന വോട്ട് ബാങ്ക് ഇന്നും ഇതുതന്നെ. 2011 മുതൽ തൃണമൂൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന പ്രത്യേകിച്ചും കർഷകർക്ക് മുൻതൂക്കമുള്ള മുസ്ലിം വോട്ട് ബാങ്കിനകത്തെ പ്രശ്നങ്ങളെയാണ് നിലവിൽ CPM അഭിമുഖീകരിക്കാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ബംഗാളിലെ ബംഗ്ലാ വിപന്നോ ചലോ നബന്ന എന്ന് വെച്ചാൽ ബംഗാൾ അപകടത്തിൽ സെക്രട്ടറിയിലേക്ക് മാർച്ച് ചെയ്യുക. ഇന്ന് ബംഗാളിൻ്റെ സ്ഥിതി സാമൂഹികമായിട്ട് രാഷ്ട്രീയമായിട്ടും വളരെ തൊഴിലായ്മ രൂക്ഷമായിട്ട് വന്നിരിക്കുക. കർഷക സമരം, കർഷക ആത്മഹത്യകൾ ധാരാളം. ഒരുപക്ഷെ മഹാരാഷ്ട്രയെക്കാട്ടി കൂടുതൽ ബംഗാൾ ഓവർടേക്ക് ചെയ്യുമെന്നാണ് തോന്നുന്നത് ഈ കർഷക ആത്മഹത്യകൾ. ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട്. കൃഷിക്കാർക്ക് വേണ്ട ന്യായമായ വില കിട്ടുന്നില്ല.
കൃഷി ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടുത്തെ പ്രധാന കൃഷി ഓരോ സീസണിലുണ്ടാകുന്ന ഉരുളൻകിഴങ്ങ്, കടുക്, ഇതൊക്കെ കൂട്ടി വെറുതെ നശിപ്പിച്ചു പോവുകയാണ്. തൃണമൂലിലേക്ക് ചേക്കേറിയവർ തിരികെ എത്തുന്ന കാലമാണ് ഗ്രാമങ്ങളിലെന്ന് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നു. BJP അവകാശപ്പെടുന്നത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ BJPയിൽ ചേരുന്ന സംസ്ഥാനം ബംഗാളാണെന്നാണ് പാർട്ടിയുടെ അവകാശവാദം. वेस्ट बंगाल में भी पिछले असेंबली चुनाव के बाद काफ़ी परिवर्तन आया है. मुस्लिम्स काफ़ी संख्या में हमारे पार्टी में ज्वाइन कर रहे हैं. मैं तो ये बोल सकता हूँ कि देश में जितना स्टेट प्रेसिडेंट है, मैं इस स्टेट के प्रेसिडेंट सबसे ज़्यादा मुस्लिम को अपने पार्टी में लाया हूँ, झंडा दिया है उनको. और हमारे जो माइनॉरिटी मोर्चा है उसका काफ़ी अच्छा काम हो रहा है. हर जिला में उसका कॉन्फ्रेंस हो रहा है, नए नए लोग जोड़ रहे हैं. बंगला भाषी और एडुकेटेड मुस्लिम ज़्यादा हमारे साथ आ रहे हैं, महिलाएं भी आ रही हैं. 2011 CPMന് നഷ്ടപ്പെട്ട അണികൾ പാർട്ടിയിലേക്ക് മടങ്ങിയെത്തുന്നതിൻ്റെ സൂചനകളുമുണ്ട്. കൽക്കത്ത റാലിയിൽ മുർഷിദാബാദ്, മാൽദ മേഖലകളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കാനെത്തിയത്. മുസൽമാൻ കോൺസെ പാർട്ടി में गए? TMC वो है, TMC में गए और CPM लेकिन फिर भी देखते हैं कि फिर लट के आता है CPM में. താഴെത്തട്ടിലുള്ള വോട്ട് ബാങ്കുകളിലേക്ക് CPMനൊപ്പം BJPയും മത്സരിക്കാനെത്തിയതോടെ കൊൽക്കത്ത നഗരത്തിൽ ശക്തിപ്രകടനങ്ങളുടെ കാലമാണ് ഇപ്പോൾ. മാറ്റത്തിൻ്റെ കാറ്റ് വീശി തുടങ്ങുന്നത് മമതയും അറിയുന്നുണ്ട്. കോൺഗ്രസിനെ ഒപ്പം നിർത്താനും കഴിയുമെങ്കിൽ CPMുമായി ഒരു ധാരണയെങ്കിലും രൂപപ്പെടുത്താനുമുള്ള ശ്രമങ്ങളിലാണ് മമത. BJPക്കെതിരെ ബംഗാളിൽ മതേതര മുന്നണി എന്ന ആശയത്തെ പക്ഷേ CPM ഇപ്പോഴും അംഗീകരിക്കുന്നില്ല എന്ന് മാത്രം. That I don't know. What she says, what she preaches, what she implement, quite different. She is speaking against the BJP. At the same time, she is sending emissaries to have a negotiation with the BJP government at the center. So she has got two color, two voice. She has got one mouth but two voice. CPMനെ ഒപ്പം നിർത്താൻ മമത ആഗ്രഹിക്കുന്നുവെന്ന സൂചനയാകട്ടെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ നൽകുന്നുമുണ്ട്. देखिए, चूँकि मैं पार्टी में हूँ, मिनिस्टर हूँ, ये तो मैं मीडिया में बता नहीं सकता हूँ. लेकिन दीदी जो है CPM से भी मुलाकात करना चाहती है, सबसे बात करना. ये तो दीदी का एक मूवमेंट है, ये तो एंटी BJP मूवमेंट. अगर इस मूवमेंट को CPM ने शुरू किया, वो जीत नहीं सकती, हार जाएगी, चूँकि उसकी कैपेबिलिटी नहीं है. लेकिन दीदी में कैपेबिलिटी है. അവകാശവാദങ്ങൾ എന്തായിരുന്നാലും ബംഗാളിൻ്റെ പിന്നാക്കാവസ്ഥയ്ക്ക് കാര്യമായ മാറ്റമുണ്ടാക്കാൻ മമതാ ബാനർജി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ കമ്മ്യൂണിസം പിൻവാങ്ങിയ പഴുതിലൂടെ വികസനത്തിൻ്റെ മൂടുപടമിട്ട വലതുപക്ഷ രാഷ്ട്രീയം സംസ്ഥാനത്തേക്ക് കടന്നുവരുന്നതും കാണാനുണ്ട്.